ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കുട്ടികൾക്കും യുവജനങ്ങൾക്കുമൊക്കെ ധ്യാനവും ട്രെയിനിങ് പ്രോഗ്രാമും ഒക്കെ നടത്തുമ്പോൾ വളരെ ചുരുക്കമായിട്ടെങ്കിലും അതിൻ്റെ ഒടുക്കം ഞാനൊരു റിവ്യൂ വീഡിയോ ചെയ്യിക്കാറുണ്ട് കുട്ടികളെ കൊണ്ട്. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തത് അലൈനിലെ ധ്യാനത്തിൻ്റെ ചെയ്തായിരുന്നു. പിന്നെ എൻ്റെ ഓർമ്മയിൽ എനിക്ക് തോന്നുന്നത് വാൻകോറിലെ യൂത്തിൻ്റെ ധ്യാനം ചെയ്തായിരുന്നു. അങ്ങനെ 2-3 സ്ഥലത്തെ ഇങ്ങനെ യൂത്ത് റിട്രീറ്റ്, കുട്ടികളുടെ റിട്രീറ്റൊക്കെ നമ്മൾ കുട്ടികൾ പറയാനുള്ളത് കേൾക്കാൻ പാകത്തിൽ നമ്മൾ റിവ്യൂ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ മുമ്പ് ഫീറ്റ് മേഷിപ്പിൽ കൂടെ തന്നെ അനൗൺസ് ചെയ്ത ഒരു ടീൻസ് റിട്രീറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ജെറമിയ ധ്യാനം എന്ന് പേരിട്ട്, ജെറമിയ റിട്രീറ്റ് എന്ന് പേരിട്ട് ഞാനിപ്പോൾ ആയിരിക്കുന്ന കുന്നന്താനം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ധ്യാന കേന്ദ്രം കുന്നന്താനം സിയോൻ റിട്രീറ്റ് സെൻറ്ററിൽ വെച്ച് മെയ് 22 മുതൽ 25 വരെ അനൗൺസ് ചെയ്ത ടീൻസ് റിട്രീറ്റ് 12 വയസ്സ് തൊട്ട് 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായിട്ട് ക്രമീകരിച്ച റിട്രീറ്റ് ആയിരുന്നു. നമ്മുടെ ചാനലിൽ കൂടെ അനൗൺസ് ചെയ്ത് എൻ്റെ ബുക്കിംഗ് ഒക്കെ ക്ഷണിച്ചത് 100 പേരെയാണ് ആഗ്രഹിച്ചതെങ്കിലും 140 പേരാണ് പങ്കെടുത്തത്. കുറേ പേരോട് നോ പറയേണ്ടി വന്നു. ഇവിടെ 140 പേരെ അക്കോമഡേറ്റ് ചെയ്യുക ഒരല്പം പരിമിതിയായിരുന്നു. സ്റ്റിൽ ഈ 4 ദിവസത്തെ ധ്യാനം ഭംഗിയായിട്ട് പോയി. ആ ധ്യാനത്തിൻ്റെ ഒടുക്കമാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. പരിശുദ്ധാത്മാവേ അളവില്ലാതെന്നിൽ നിറയണമേ. ദൈവം എന്റെ ആരാണ്? ദൈവം എന്റെ അപ്പനാണ്. ആ സ്നേഹം കൊണ്ട് എക്സൈറ്റഡ് ആയിട്ട് അവന്റെ ഈ മോളെ കയ്യിൽ കൊണ്ട് വിളിക്കും, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എന്റെ അപ്പാ. ഇത് നിങ്ങളുടെ സ്നേഹമാണ്. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ഈശോയോടുള്ള സ്നേഹമുണ്ടെന്നുള്ള നല്ല സൂചനയാണ്. കുഞ്ഞുങ്ങൾ ആരും പരിഭ്രമിക്കരുത്. എന്തുകൊണ്ട് ഞാൻ കരയുന്നു, എന്തുകൊണ്ട് എന്റെ കണ്ണ് നിറയുന്നു, അതിന്റെ അർത്ഥം ഇത് സ്നേഹത്തിന്റെ എക്സ്പ്രഷനാണ്. Shut down your tears. സ്വാതന്ത്ര്യത്തിൽ പ്രാർത്ഥിക്കും. ദൈവമുദ്ര പതിച്ചവരാണ്, ദൈവത്തിന്റെ മാത്രമുള്ളവരാണ്. ഇപ്പോഴെങ്ങനെ തീരുവോ? Those who obey God, they are Christians. Yes. നീ പറഞ്ഞ ഏതോക്കിന് 4 into 20 80 points. Christianity is not just about following a set of principles, but it is about following a person, and the name of that person is Jesus Christ. Yes, Steve Elohim, 40 points. ഇവിടെ വിശ്വാസം എന്ന് പറയാൻ പറ്റുന്നതാണ്. Yes, പറയാം. ക്രിസ്ത്യാനികളാണ് ക്രിസ്ത്യാനികൾ. ഇതിന്റെ പേരാണ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ മിഷൻ. മത്തായി, ലൂക്കായി ശരിയാണ്. പ്രത്യേകം പറയുന്നുണ്ട് അല്ലേ? ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്, ഇത് മൂന്നും ചേരുന്നതാണ് ദൈവം എന്ന് പറയുന്നുണ്ട്. ഗുഡ്. യെസ്. ഞാൻ ഈ കുട്ടികളെ കൊണ്ട് ഇത് പറയിപ്പിച്ച് അവരുടെ വിഷ്വൽസും അവരുടെ വർത്തമാനങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ അത് ആരെങ്കിലുമൊക്കെ ഇൻസ്പയർ ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതിൽ പ്രചോദനമാകുന്നെങ്കിൽ ആകട്ടെ. ഒപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്കും ഈ ധ്യാനത്തിൽ പങ്കെടുത്ത കുട്ടികൾക്കൊരു പ്ലാറ്റ്ഫോം കിട്ടുകയല്ലേ, അവർക്ക് അവരുടെ എക്സ്പീരിയൻസിൻ്റെ ടെസ്റ്റിമണി നടത്താൻ ഒരു പ്ലാറ്റ്ഫോം കിട്ടുകയല്ലേ. അതുകൊണ്ട് ഇത് സന്തോഷത്തോടെ കാണുക, ഇത് പങ്കുവയ്ക്കാൻ ശ്രമിക്കുക. ഞാൻ 2 മാസമായിട്ട് കുമ്പസാരിച്ചിട്ടില്ലായിരുന്നു. ഈ ധ്യാനത്തിനിടയ്ക്ക് കുമ്പസാരിച്ചു. അതിനുശേഷം ധ്യാനിക്കുന്ന സമയത്ത് ഈശോയോടുള്ള പ്രാർത്ഥന സമയത്ത് ഈശോ എന്നെ കെട്ടിപ്പിടിക്കാവോ എന്ന് ചോദിക്കുന്ന സമയത്ത് എന്നെ ഈശോ കെട്ടിപ്പിടിക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ടായിരുന്നു. വ്യക്തമായിട്ട് അന്ന് കൃത്യമായിട്ട് രോമാഞ്ചം വരും. അന്നേരം തന്നെ ആരോ കെട്ടിപ്പിടിക്കുന്ന പോലെ തോന്നും. എൻ്റെ 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു സബ്ജക്റ്റിന് വളരെ കൂടുതലായിട്ട് മാർക്ക് കുറഞ്ഞു പോയി. അപ്പം എൻ്റെ അകത്തുണ്ടായിരുന്നൊരു ഫെയ്ത്ത് എനിക്കത് നഷ്ടപ്പെട്ടു പോയി. അത് എങ്ങനെ എടുക്കും? അപ്പം മമ്മിയും പപ്പ എന്നോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ എപ്പോഴും ഇനി കിട്ടുമോ എന്നുള്ള ഒരു അതിലോട്ടായി പോയായിരുന്നു. പക്ഷെ ഇന്നലത്തെ ആരാധന കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഫെയ്ത്ത് തിരിച്ചു കിട്ടി. അതിനെനിക്ക് ഈശോയോട് വളരെ വളരെ താങ്ക്സ്. എന്റെ സങ്കടങ്ങൾ നിസ്സാരമാണെന്ന് തിരിച്ചറിയ ഈശോയെ അവനെ തുടങ്ങേന്ന് പ്രാർത്ഥിച്ചു.
എനിക്ക് പൊതുവെ പഠിക്കാൻ നല്ല പേടിയുള്ള കൂട്ടത്തിലാണ്. എനിക്ക് ജയിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ഉള്ള ആളായിരുന്നു ഞാൻ. ഇവിടെ വന്ന് ആരാധന കൂടി ധ്യാനം കൂടിയതിന് ശേഷം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും, പരിശുദ്ധാത്മാവും ഈശോയും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം എനിക്ക് കിട്ടി. എനിക്ക് പൊതുവേ ഈശോയോട് അത്ര വിശ്വാസം ഇല്ലാത്തൊരു കൂട്ടത്തിലായിരുന്നു. ബട്ട് ഇന്നലെ ഒരു ആരാധന ഉണ്ടായിരുന്നു. ആ ആരാധനയിൽ എനിക്ക് എന്നാന്നറിയത്തില്ല, ബട്ട് ഭയങ്കരമായിട്ട് കരച്ചിൽ വന്നു. പിന്നെ എനിക്ക് ഈശോയിലേക്ക് കൂടുതൽ അടുക്കാനുള്ള കണക്ഷനൊക്കെ, എനിക്ക് ഈശോയിലേക്ക് ഉള്ള കണക്ഷൻ കിട്ടി. അങ്ങനെ എനിക്ക് ധ്യാനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കിപ്പം എന്താ പറയുന്നത്, ഇത്ര ധൈര്യം ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ക്യാമറയുടെ അടുത്തൊക്കെ പറയാൻ വേണ്ടി എനിക്ക് എന്താ പറയുക, പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ കണ്ണുനീര് വരുന്ന എനിക്ക് എക്സ്പീരിയൻസ് ആയി. ഞാൻ ഇവിടുത്തെ ആരാധന കൂടിയപ്പോഴത്തേന് പരിശുദ്ധാത്മാവ് എൻ്റെ കൈയെല്ലാം വരയ്ക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ വേറെ ഏതോ ഒരു ലാംഗ്വേജിൽ ആരാധിച്ചപ്പോൾ വേറെ ലാംഗ്വേജിൽ ഞാൻ മിണ്ടി. എനിക്ക് ഈ ധ്യാനത്തിനോട് നല്ല എക്സ്പീരിയൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. നല്ലതായിട്ട് ഈശോനെ അറിയാനും പറ്റി. ക്രിസ്ത്യാനിറ്റിയുടെ റൂട്ട് തന്നെ എന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലായി. ഈശോയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലായി. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പം പോകാനായിട്ട് തോന്നുന്നില്ല, കുറച്ച് വിഷമമൊക്കെ ഉണ്ട്. എന്നാലും ഇവിടം വരെ എത്തിച്ച് ധ്യാനം കൂടാൻ സാധിച്ചതിന് ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. പക്ഷേ എനിക്കിപ്പോൾ ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു സ്ഥലത്ത് കുറച്ചുകൂടെ നിന്നാൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നിയത്. ഞാൻ കൊണ്ടുപോകുമ്പോൾ ഞാൻ ഈശോനെ കൂടിയാണ് കൊണ്ടുപോകുന്നത്. ഇവിടെ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യാൻ പരമാവധി ഞാൻ ശ്രമിക്കും. പക്ഷേ ഇവിടെ ധ്യാനത്തിന് വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള ആരാധനയും കുമ്പസാരമൊക്കെ ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തു. എനിക്ക് ഞാൻ പരമാവധി കരഞ്ഞും എല്ലാം ദൈവത്തോട് പറഞ്ഞ് ഇപ്പോൾ ഞാൻ ഭയങ്കര ഫ്രീ ആണ്. എനിക്കിപ്പോൾ ദൈവത്തോട് ഞാൻ ആദ്യമേ വന്നതിനേക്കാളും കൂടുതൽ എനിക്കിപ്പോൾ ഭയങ്കര പ്രാർത്ഥനയും. എനിക്കിപ്പോൾ പണ്ടൊക്കെ നമ്മൾ കുർബാനയ്ക്കൊക്കെ ഇടയ്ക്കൊക്കെ ആകുമ്പോൾ ഭയങ്കര മടിക്കും. പക്ഷെ ഇപ്പം കുർബാനയ്ക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് കുർബാനയല്ല, പ്രാർത്ഥനയാണെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷത്തോടെയാണ് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത്. അച്ഛനാണേലും ഭയങ്കര ഫണ്ണാണ്. എല്ലാവരോടും ഈ കളിക്കുന്ന രീതിയിലാണ് നമ്മളെ പഠിപ്പിക്കാറൊക്കെ ഉള്ളത്. ഈ ധ്യാനത്തിൻ്റെ അവസാന ദിവസമൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു പോവാൻ. സാധാരണ ധ്യാനത്തിനൊക്കെ തീരെ അങ്ങനെയുള്ള രീതിയിലാണ്. പക്ഷേ ഈ ധ്യാനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതുവരെ ചേർന്നിട്ടുള്ള ഏറ്റവും നല്ല ധ്യാനമാണ്. എന്നെ മാറ്റിയെടുക്കാനായിട്ട് ഈ ധ്യാനം എന്നെ സഹായിച്ചു. അങ്ങനെ ഞാൻ അതിരം തുറന്ന് പാട്ട് പാടിയ സമയത്ത് എൻ്റെ അടുത്തേക്ക് ഒരു ഉണ്ണീശോനെ പിടിച്ചൊരു മാതാവ് നടന്നു വരുന്നതായിട്ട് ഞാൻ റിയലി എക്സ്പീരിയൻസ് ചെയ്തു. ആ മാതാവിൻ്റെ അടുത്ത് വന്നത് ഞാൻ കരയാൻ തുടങ്ങി. ഞാനൊരു കാര്യത്തെക്കുറിച്ച് വെറീഡായിരിക്കുമായിരുന്നു. ആ സമയത്തായിരുന്നു മാതാവ് എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചത്. ശരിക്കും ധ്യാനം എന്നൊക്കെ പറയുമ്പോൾ മടുപ്പാണ് ശരിക്കും തോന്നാറുള്ളത്. പക്ഷേ ഈ ധ്യാനം ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും അടിപൊളിയായിരുന്നു. ഒന്നും പറയില്ല. സാധാരണ ഞാൻ ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വായനക്ക് നിൽക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ, സത്യം. പക്ഷേ ഇവിടെ ശരിക്കും ഞാൻ ഈശോയുടെ പ്രസൻസ് ചെയ്യാൻ എക്സ്പീരിയൻസ് ചെയ്തു. അടിപൊളി, ഒന്നും പറയണ്ട. നന്ദി ജസ്സനച്ചനോടും. എനിക്കൊരു ഭയങ്കര ഒരു ആനന്ദമുള്ളൊരു ഫീലാണ്. ഭയങ്കരമായിട്ട് എനിക്ക് ജോയ് ഫീൽ ചെയ്യുക. ഇടുക്കി കട്ടപ്പനയിൽ നിന്നാണ് വരുന്നത്. നല്ല അനുഭവമായിരുന്നു ധ്യാനം. എന്നോടൊപ്പം ഈ ധ്യാനത്തിൽ സഹായിച്ച ഒരു ടീമാണിത്. ഇത് കൂടാതെ സ്ത്രീകളുടെ ഒരു ടീം ഉണ്ടായിരുന്നു. അത് നമ്മുടെ പങ്കെടുത്ത പെൺകുട്ടികളുടെ അമ്മമാർ തന്നെയായിരുന്നു. അപ്പം അങ്ങനെ ഒരു വലിയ ടീം ഒരുമിച്ച് വർക്ക് ചെയ്തു. ധ്യാനകേന്ദ്രം ഡയറക്ടർ തോമസ് പ്ലാപ്രമ്പലച്ചനും ഇവിടെ ഉള്ള ഷാജി തുമ്പേച്ചറ അച്ഛനും ഒക്കെ വലിയ പിന്തുണയായിരുന്നു. അപ്പോൾ സുന്ദരമായൊരു ധ്യാന അനുഭവമായിട്ട് ഇത് മാറി. എന്നോടൊപ്പം ധ്യാനത്തിൽ സഹായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ജസ്റ്റിൻ. ഇങ്ങനെ ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. വലിയ ദൈവകൃപയുള്ള ഒരാളാണ് ജസ്റ്റിൻ. ഈശോ സംസാരിക്കുന്ന, മാതാവ് സംസാരിക്കുന്ന വിഷൻസ് ഉള്ള ഒരാളാണ്. അപ്പോൾ ജസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പം ഈ കഴിഞ്ഞ 4 ദിവസവും ധ്യാനത്തിൻ്റെ അവസാനമാണ് ഞാൻ ഈ വീഡിയോ ഇപ്പം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 4 ദിവസവും എന്നോടൊപ്പം കുഞ്ഞുങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജസ്റ്റിനെ ഞാൻ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. ഡെനി ഡെൻസിൽ, കൊല്ലംകാരനാണ്. നിങ്ങൾ യൂട്യൂബിൽ ചുമ്മാ ഡെനി ഡെൻസിൽ നടിച്ചു നോക്കിയാൽ മതി. ഇഷ്ടംപോലെ പാട്ടുകൾ എന്നോടൊപ്പം കഴിഞ്ഞ 3 വർഷമായിട്ട് പാട്ടുകൾ ആലപിച്ചുകൊണ്ടിരുന്നത്, ധ്യാനത്തിന് ആലപിച്ചുകൊണ്ടിരുന്നത് ഡെനിയാണ്. ഡെനി പാട്ടിനെ സഹായിച്ചു. അതുകൂടാതെ 2 പേര്,
സിജോ തകഴി തെന്നടി തൊട്ട് മുമ്പുണ്ടായിരുന്ന ഇടവകയിൽ എൻ്റെ യൂത്തായിരുന്നു. സിജോ ഈ 4 ദിവസവും എന്നെ സഹായിക്കാൻ കൂടെ ഉണ്ടായിരുന്നു. ഇത് ഔസേപ്പച്ചൻ എൻ്റെ തന്നെ കസിൻ ബ്രദറാണ്. ഔസേപ്പച്ചനും എൻ്റെ കൂടെ സഹായിക്കാനുണ്ടായിരുന്നു. ഇവരൊക്കെ യുവജനങ്ങൾ ഓരോ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരും നല്ല എഡ്യൂക്കേഷൻ കിട്ടിയ കുഞ്ഞുങ്ങളൊക്കെയാണ്. പക്ഷെ അവർ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ കാണിച്ച മനസ്സിന് നന്ദിയോടെ ഓർത്ത് കുഞ്ഞുങ്ങളുടെ അനുഭവങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. ഒപ്പം തന്നെ ഇവരും സംസാരിക്കട്ടെ. എന്താ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ മക്കൾ നമ്മളോട് ഒരു യാത്ര ചെയ്യുന്ന കണക്ക് അവരെ ദൈവാനുഭവം കണ്ടു കഴിയുമ്പം നമ്മുടെ കണ്ണ് നിറയുന്ന ഒരു അനുഭവമാണ്. ശരിക്കും പറഞ്ഞാൽ ഇവർ കണ്ണ് നിറഞ്ഞ് ഈശോയുടെ സ്നേഹം നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് ഈ ദിവസങ്ങൾ കാണാൻ പറ്റി. എല്ലാ മക്കളും തന്നെ വലിയൊരു ദൈവ അനുഭവത്തിലേക്ക് പ്രവേശിച്ചാൽ പോയിരിക്കുന്നത്. അവർ പല പല തീരുമാനങ്ങളെടുത്ത് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുമെന്ന് പറഞ്ഞാൽ പോയിരിക്കുന്നത്. മക്കൾക്ക് വേണ്ടി, യൂത്തിന് വേണ്ടി, ടീനേജേഴ്സിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാനായിട്ട് അനേകം യുവജനങ്ങൾ ഒരുമിച്ച് കൂടണം. കുട്ടികൾ വളരെ മനോഹരമായിട്ട് ഓരോ ക്ലാസ്സും ഓരോ ആരാധനയ്ക്കുമൊക്കെ നന്നായിട്ട് അവർ ഇരുന്നു. ശരിക്കും അവരുടെ ടെസ്റ്റിമണി അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയുന്നൊരു എനിക്ക് പേഴ്സണലി എനിക്കത് ഫീൽ ചെയ്തു. എനിക്കും വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ധ്യാനം. കുട്ടികളാണെങ്കിൽ പാട്ടുമൊക്കെ നന്നായിട്ട് പാടി, എല്ലാവരും ഭയങ്കര കോപ്പറേറ്റ് ചെയ്തു. പേഴ്സണലി എനിക്കും വളരെ ഒരു വലിയ അനുഭവമായിരുന്നു. ഈശോയായിട്ട് കൂടുതൽ അടുക്കാനും ഒത്തിരി നന്നായിട്ട് പ്രാർത്ഥിക്കാനും ഒക്കെ സാധിച്ചു. എനിക്ക് ഒരുപാട് ടെൻഷനായി, ഞാൻ എങ്ങനെ ചെയ്യും എന്നുള്ളത്. ആരാധനയ്ക്ക് ശേഷം എനിക്ക് എന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സ്പിരിറ്റ് എനിക്ക് ടെസ്റ്റ് കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് ഭയങ്കര കൺഫ്യൂഷനിലേക്കായിരുന്നു. അപ്പം ഈശോ എനിക്ക് ഉത്തരം തന്ന പോലെ എനിക്ക് ഇനി എന്നാണ് അച്ചോ അടുത്ത ധ്യാനമെന്നൊക്കെ പലരും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ചങ്ങനാശ്ശേരി കുന്നന്താനം സിയോൺ ധ്യാന കേന്ദ്രത്തിൽ ഇനി നടക്കുന്ന ധ്യാനങ്ങളെക്കുറിച്ചുള്ള ഒരു അറിയിപ്പും കൂടെ പറഞ്ഞ് ഈ വീഡിയോ അവസാനിക്കട്ടെ. എല്ലാ മാസവും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ധ്യാന കേന്ദ്ര ഡയറക്ടറായ ബഹുമാനപ്പെട്ട തോമസ് പ്ലാപ്പറിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ധ്യാനം 60 വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടി നടക്കുന്ന ഗ്രേസ്ഫുൾ എന്ന പേരിലുള്ള ധ്യാനമാണ്. ഗ്രേസ്ഫുൾ റിട്രീറ്റ്. ഓൾറെഡി 11 ധ്യാനങ്ങൾ നടന്നു കഴിഞ്ഞു. നല്ല സുന്ദരമായ ധ്യാന അനുഭവമാണ്. വന്നു കൂടുന്നവരൊക്കെ പറയും ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ അത് ഭംഗിയായിട്ട് നയിക്കുന്നുണ്ട്. ഷാജി അച്ഛനും ഞാനും പറ്റുന്നത് പോലെ ഞങ്ങളുടെ സാന്നിധ്യവും സഹകരണവും അറിയിക്കുകയും ചെയ്യാറുണ്ട്. 60 വയസ്സിന് മുകളിലുള്ള ഭവനങ്ങളിലുള്ളവർ ഇവിടെ വന്ന് അവരൊരു റിലീഫാണ് അവർക്ക് ഫീൽ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവരുടെ സമപ്രായക്കാരോട് വർത്തമാനമൊക്കെ പറഞ്ഞ് അല്പനേരം പ്രാർത്ഥിച്ച് ഈശോയെ ആരാധിച്ച് നല്ല കാര്യങ്ങളൊക്കെ കേട്ട് ഇനി ശ്രദ്ധിക്കേണ്ട ചില മേഖലകളൊക്കെ അവർ മനസ്സിലാക്കി അങ്ങനെ വളരെ റെജുവനേറ്റ് ചെയ്ത് അവരെ തന്നെ ഒന്ന് പുതുക്കി തിരിച്ചു പോകുന്ന അനുഭവം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ അതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇനി അടുത്ത ധ്യാനം വരുന്നത് ജൂൺ 8 മുതൽ 11 വരെയാണ്. ജൂൺ 8 മുതൽ 11 വരെ അടുത്ത ധ്യാനം വരുന്നു. അതുകൂടാതെ ഇനി എല്ലാ മാസവും ഈ ധ്യാനം ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ നയിക്കുന്ന സിയോൺ ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന ഗ്രേസ്ഫുൾ റിട്രീറ്റ് 60+ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളത്, 60+ ഏജിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളത് എല്ലാ മാസവും ഉണ്ടാകും. അത് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ പറയുകയാണ് 9495107045 അല്ലെങ്കിൽ മറ്റൊരു നമ്പറുള്ളത് 8086399023. ഈ 60+ ആൾക്കാരുടെ ധ്യാനത്തിനുള്ള കോൺടാക്റ്റ് നമ്പറാണ്. അതുകൂടാതെ യുവജനങ്ങൾക്ക്, കൊച്ചുകുട്ടികൾക്ക്, ദമ്പതികൾക്ക് ഒപ്പം തന്നെ വിശ്വാസത്തിൻ്റെ പ്രബോധന ധ്യാനം, ഇങ്ങനെ 2-3 സെഗ്മെൻറ്റ് 3-4 സെഗ്മെൻറ്റ് ധ്യാനങ്ങൾ ഉടനെ തന്നെ
നമ്മളിവിടെ ആരംഭിക്കാൻ പോവുകയാണ്. അതിൻ്റെ അറിയിപ്പുകളൊക്കെ ഫീഡ് മൈ ഷീപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. ഏതൊക്കെയാണ്? ഒന്ന്, കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. 8 വയസ്സ് തൊട്ട് 9, 10, 11 വയസ്സുള്ള കൊച്ചു കുട്ടികൾ അവർ ധ്യാനിക്കാൻ വരുമ്പോൾ അവരുടെ പേരൻസിൽ ഒരാൾ ധ്യാനത്തിൽ കൂടെ പങ്കെടുക്കണമെന്ന് കൂടിയുണ്ട്. അത് സുന്ദരമായ അനുഭവമായി. ഒരാളെങ്കിലും പങ്കെടുക്കണമെന്നുണ്ട്. യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്ന രീതിയിൽ, ഒപ്പം തന്നെ കുറേ കൂടി ഈശോയെ അറിയാൻ അവരെ ഒരുക്കുന്ന രീതിയിലുള്ള ധ്യാനം യുവജനങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട്. ഒരു ഇംഗ്ലീഷ് റിട്രീറ്റ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് ഉടനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഒപ്പം തന്നെ ഒരു ഫെയ്ത്ത് ഫോർമേഷൻ, വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടാൻ, പ്രബോധനങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലിമിറ്റഡ് നമ്പറിന് വേണ്ടിയിട്ടുള്ളൊരു ധ്യാനം അനൗൺസ് ചെയ്യും. പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പ്രബോധന ധ്യാനം വരുന്നുണ്ട്. ഇങ്ങനെ പല ധ്യാനങ്ങൾ നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ ചാനലിലൂടെ തന്നെ അനൗൺസ് ചെയ്യും. താല്പര്യമുള്ളവർ അത് അനൗൺസ് ചെയ്യുന്ന പക്ഷം രജിസ്റ്റർ ചെയ്യേണ്ട നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യുക. അപ്പോൾ ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഈ സുന്ദരമായ അനുഭവം നമുക്ക് വേണ്ടി ഒരുക്കിയ കർത്താവിന് നന്ദി പറഞ്ഞ് ഈ സിയോൺ ധ്യാന കേന്ദ്രത്തെ, ചങ്ങനാശ്ശേരി കുന്നന്താനം സിയോൺ ധ്യാന കേന്ദ്രത്തെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർമ്മിക്കണമേ എന്നുകൂടി അപേക്ഷിച്ചുകൊണ്ട് ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ.